ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അബിയുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശ് അബിയുടെ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കുക എന്ന് പറഞ്ഞു ചെല്ലുന്നുണ്ട്. നിൻ്റെ നെറുകെട്ട നാവാണെന്നറിയാം, പക്ഷേ ആ നാവ് എൻ്റെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കുക എന്ന് പറയും. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്, നീയാണോ ചന്തമോളുടെ അച്ഛനെന്ന്. അത് താമസിക്കാതെ പുറത്തു വരുമെന്ന് പറയുമ്പോൾ അബി പറയുക, ഓ ഇനിയിപ്പോൾ സ്വന്തം തെറ്റെടുത്ത് എൻ്റെ തലയിലേക്ക് വെച്ചാൽ മതിയല്ലോ. ചെയ്തതൊക്കെ ആദർശ, എന്നിട്ട് ഇനി എന്നെ ബലിയാടാക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അനഘ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, എന്നെങ്കിലും അവളുടെ നാവ് ചലിക്കും. അന്ന് അവൾ സത്യങ്ങളെല്ലാം വിളിച്ച് പറയും. അന്നേരം എല്ലാവർക്കും അറിയാലോ അത് അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും, എല്ലാവരും എല്ലാം അറിയുന്ന ഒരു ദിവസം ഉണ്ടാകും, അന്ന് ഞാൻ അതിന് മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവാട്ടോ. ആദർശ് പോയി കഴിഞ്ഞാൽ അബിക്ക് നല്ല ദേഷ്യം വരികയാണ്. അബി നേരെ അകത്തോട്ട് ചെല്ലുക. അന്നേരം കഞ്ഞിയൊക്കെ കൊടുത്തോണ്ടിരിക്കുമായിരുന്നല്ലോ. അവർ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് ആ സ്ത്രീ. അപ്പോൾ അവർ മുഖമൊക്കെ ഇങ്ങനെ തുടച്ച് കഴുകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അബി അങ്ങോട്ട് കയറി ചെല്ലുന്ന കാണുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, ആ സാറിൻ്റെ ചേട്ടനിപ്പോൾ ഇവിടെ വന്നായിരുന്നു. അന്നേരം പറയും, ആ ഞാൻ കണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. എന്നിട്ട് ആ സ്ത്രീ ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് പോകും. അന്നേരം അബിയാണെങ്കിൽ അനഘയോട് പറയുവാണ്, ചത്തിട്ട് എന്തിനാടി നീ ഇങ്ങനെ തിരിച്ചു വന്നത്? ഇങ്ങനെ ജഡം പോലെ കിടക്കാനോ? എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തൊക്കെയാണ് നേടിയെടുക്കാമെന്ന് നിനക്കൊക്കെ തോന്നലുണ്ടായിരുന്നു. അതൊന്നും നടക്കില്ല അല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, എൻ്റെ മോളുണ്ടല്ലോ ചന്തു, അവളുടെ അച്ഛൻ ഇപ്പോൾ ആദർശാണ്. അങ്ങനെ ഒരു കഥ ഞാൻ മെനഞ്ഞെടുത്തു, അത് വിശ്വസിപ്പിക്കും ഞാൻ കുറേ കാലം ആൾക്കാരെ എല്ലാവരെയും. അല്ലാതെ നിൻ്റെ കൊച്ചിൻ്റെ തന്തയാകാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കാലോ കയ്യോ ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയും. അതിനുവേണ്ടി ഞാൻ ഈ വീടിന് ചുറ്റും ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ചലിച്ചിട്ടുണ്ടെങ്കിൽ നീ മൊത്തത്തിൽ അങ്ങ് തീർന്നു കിട്ടും. അതിനുള്ളത് ഞാൻ ചെയ്യൂടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് മുഖത്തൊക്കെ ഇങ്ങനെ പിടിച്ചൊന്ന് ഞെക്കിയിട്ടൊക്കെയാണ് അബി അവിടെ നിന്ന് പോകുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് അനഘയ്ക്കാണെങ്കിൽ. അത് നമുക്ക് ആ മുഖം കണ്ടാൽ അറിയും. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഇങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് അനഘയുടെ മുഖത്തേക്ക്. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ആദർശ് പോയി നയനയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ആ സമയത്ത് അവിടെ വരേണ്ട ഒരു കാര്യം അവനില്ലായിരുന്നു. അവൻ വരുന്നത് അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ തന്നെയാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. നയന എന്നെ പെടുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിൻ്റെ പിറകിൽ അബി തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അനഘയുടെ വേരുകൾ ചെകഞ്ഞൊന്ന് പോകണമല്ലോ ആദർശേട്ടാ. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിച്ചേനെ, അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുരുഷൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചേനെ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൾ കുറേ നാൾ ഗൾഫിലായിരുന്നു, അവളുടെ ബന്ധുക്കളുമായിട്ട് അവൾക്ക് വലിയ ടച്ചൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അതിന് വലിയ പാടൊന്നുമില്ല, നമ്മളൊന്ന് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെങ്കിലും നമുക്ക് കണ്ടുകിട്ടിയില്ലേ, അവരിൽ നിന്ന് നമുക്ക് സത്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ ഇപ്പോൾ ആർക്കാ സമയമെന്ന്. അന്നേരം നയന പറയും, സമയം അത് നമ്മൾ ഉണ്ടാക്കണം, ഏതായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ആദർശ് പറയും, ഏതായാലും എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസമായി. ഇനി ഈ കാര്യങ്ങളെല്ലാം അമ്മ അറിയുമ്പോൾ അമ്മയും കൂടെ എന്നോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചില്ലേ, ഏതായാലും അമ്മയും ആദർശേട്ടനെ വിശ്വസിക്കും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ അമ്മ അങ്ങനെ ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കാരണം ചന്തുമോളെ അത്രത്തോളം അമ്മ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാനൊന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പോകുമ്പോൾ അതൊക്കെ ഓർത്തിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ആദർശ്. പിന്നീട് കാണിക്കുന്നത് അബിയെയാണ്. ആ അനഘ മരിച്ച ദിവസം അവിടെ ഉണ്ടായിരുന്ന 2 ഗുണ്ടകളില്ലേ, അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അബി. അവന്മാരാണ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അന്നേരം അവന്മാരെ പോയി കണ്ടിട്ട് പറയുന്നുണ്ട്, ആദർശ് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരുന്നുണ്ട്, മുത്തശ്ശൻ ചിലപ്പോൾ വരും, അവർ വരുന്നത് അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാനാണ്. അതുകൊണ്ട് നീ അവിടെ ആരൊക്കെ വരുന്നുണ്ട്, എപ്പോഴൊക്കെ വരുന്നുണ്ട് എന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. എന്നിട്ട് എന്നോട് പറയണം, എന്തെങ്കിലും രീതിയിൽ ഒരു ചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളെ അങ്ങ് തീർത്തേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അവർ പറയും, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് അബി പ്രത്യേകം പറയുന്നുണ്ട്, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്നൊക്കെ നോക്കിക്കോണം എന്ന് പറയുമ്പോൾ ഒരു തവണ കൊണ്ടുപോയായിരുന്നു എന്ന് പറയും. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവൾ അങ്ങനെ ചത്ത പോലെ കിടക്കത്തേ ഉള്ളൂ, അതിലെനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഏതായാലും ആദർശ് അവനെ വെച്ച് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കും, നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. എന്നേക്കാൾ ഇളയതാണ് അനി, എന്നിട്ട് അവന് 3 ബ്രാഞ്ച് കൊടുത്തു, എനിക്കൊരു ബ്രാഞ്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു തീരുമാനമായില്ല എന്നിങ്ങനെ പറയുക. അന്നേരം സാറിന് ഈ ഒരു അവസരം നന്നായിട്ട് മുതലാക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ, മുതലാക്കും, ഞാൻ നല്ല രീതിയിൽ ഞാൻ പൈസയൊക്കെ വഹിക്കുന്നുണ്ട്, ഇനിയും ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇവളുടെ കാര്യം ശ്രദ്ധിച്ചോണം, ഒരു കാരണവശാലും സത്യങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞത്.
പിന്നെ മുത്തശ്ശൻ്റെ അടുത്ത് ഈ ഭീഷണിയൊന്നും നടക്കില്ല. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ നിനക്ക് എന്നാ ചെയ്യാനുള്ളതെങ്കിൽ അങ്ങ് ചെയ്യുക എന്നുള്ളൊരു മനോഭാവമാണ്. സ്നേഹം കൊണ്ട് മാത്രമേ മുത്തശ്ശനെ കീഴടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോവാം കേട്ടോ. കുറച്ച് പൈസയും കൊടുക്കും അവന്മാർക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയെ തന്നെയാണ്. അബി വീട്ടിൽ വന്നതിന് ശേഷം ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് ബാക്കി പൈസ എത്രയും പെട്ടെന്ന് ഉടനെ തന്നെ വേണം. അന്നേരം ആദർശ് പറയും, അത് ഉടനെ ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. നിനക്ക് ഞാൻ 5 ലക്ഷം രൂപ തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആദർശേ, എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ വന്ന് ചോദിക്കുമ്പോഴെല്ലാം പൈസ എടുത്തു തരാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊന്നുമില്ല, എൻ്റെ കയ്യിലും പൈസ വേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം അബി ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ കമ്പനികളിൽ ഉണ്ടാക്കുന്ന ലാഭമൊക്കെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊണ്ട് ഞാൻ ബാങ്കിലിടുന്നുണ്ട്, അതൊരിക്കൽ നിനക്കും പ്രയോജനപ്പെടും എന്ന് പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അങ്ങനെ പ്രയോജനപ്പെട്ടിട്ട് കാര്യമുണ്ടോ, എനിക്ക് ഇപ്പോഴത്തെ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ, നവിക്ക് കുറച്ച് സ്വർണ്ണം വേണമെന്ന് പറഞ്ഞു, അതെടുത്തു കൊടുത്തപ്പോൾ തന്നെ ആ 5 ലക്ഷം രൂപ തീർന്നു എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, നീ നവിക്ക് സ്വർണ്ണം എടുത്തു കൊടുത്തോ, എന്നാൽ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയും. നേരത്തിനും പെട്ടെന്ന് കൈ കയറി ഇങ്ങനെ പിടിക്കും അബി. എന്നിട്ട് പറയും, അതെ ഞാൻ ചെറിയ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ ആദർശേട്ടനെ പോലെ ഇത്രയും വലിയ കള്ളത്തരം ചെയ്തിട്ടല്ല ഞാൻ നിലനിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഏട്ടത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നോടെ തീരും നിങ്ങളുടെ ജീവിതം, അത് നിങ്ങൾ മനസ്സിലാക്കിക്കുമെന്ന് പറയും. അന്നേരം ഇത് കേട്ടുകൊണ്ട് നയന അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതം തീരില്ല. ആദർശേട്ടൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദർശിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ആദർശ് അങ്ങനെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഉൾക്കൊള്ളും, ആദർശിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് പറയും. അന്നേരം അബി പറയും, ഇതിന് മുമ്പ് ഉണ്ടായതുപോലെ ഒന്നുമല്ല ഈ കാര്യം, ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണെങ്കിലും നീ തുറന്നു പറ, എന്നിട്ട് ഞാൻ നോക്കട്ടെ, എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്ന് പറയും. അന്നേരം അബി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ആദർശിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. അന്നേരം ആദർശ്, നീ എന്താ നോക്കുന്നത്, നീ വിളിച്ച് പറയുമെന്നല്ലേ പറഞ്ഞേ, അങ്ങ് പറയടാ എന്ന് പറയും. അന്നേരം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്ന് പിന്നെയും ആദർശിനോട് ഇങ്ങനെ പറയുവാണ് അബി. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിന്നോട് പറയാനല്ലേ ഞാൻ പറഞ്ഞത്, നീ പിന്നെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം നയന പറയും, നിനക്ക് പറയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം, ചന്തുമോള് ആദർശേട്ടൻ്റെ കുഞ്ഞാണ്, അതല്ലേ നീ എന്നോട് പറയാനായിട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇതൊക്കെ ഇവർ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നയന പറയും, പറഞ്ഞു, കുറച്ച് കാലം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു, എന്നിട്ട് ആദർശേട്ടൻ അത് സഹിക്കാൻ മേലാതായപ്പോഴേക്കും എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറയും. അന്നേരത്തേക്ക് അബി പിന്നെയും ഇങ്ങനെ ചോദിക്കുകയാണ്, അത് ഇവരോട് മാത്രമേ പറഞ്ഞുള്ളൂ അതോ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞോ എന്ന് ചോദിക്കും. നേരം പറഞ്ഞില്ല, ഇനിയിപ്പോൾ നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതൊക്കെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായി എനിക്ക് സഹിക്കാമെങ്കിൽ അത് അമ്മയ്ക്കും സഹിക്കാം, നിനക്ക് എല്ലാം തുറന്ന് പറയണേ എന്നുണ്ടെങ്കിൽ പോയി അങ്ങ് തുറന്ന് പറ എന്നിങ്ങനെ, അല്ലാതെ നീ ഇതിൻ്റെ പേര് ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരു ചില്ലി കാശ് പോലെ നിനക്ക് ഈ ആദർശിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ ഓർക്കണ്ട എന്നിങ്ങനെ പറയും. നേരത്തെ അങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, ഇനി ഇതിൻ്റെ പേരിൽ നിനക്ക് ഞാൻ ഒരു പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇതെല്ലാം എല്ലാവരും അറിയിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ്. അന്നേരം ആദർശ്, എടാ അബി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. അന്നേരം അബി തിരിഞ്ഞു നിന്നിട്ട് ആദർശന് എന്തിനാണ് ടെൻഷനാവുന്നത്, ഇവരെന്നെ വെല്ലുവിളിച്ചത് കണ്ടില്ലേ എന്ന് ചോദിക്കും. നേരം നയന പറയുന്നുണ്ട്, ഞാൻ വെല്ലുവിളിച്ചു, നീ പറയാനുള്ളവരോടെല്ലാം പറഞ്ഞ് ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അബി അങ്ങ് പോയി കഴിയുമ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഇനി അവൻ അത് പോയി എല്ലാവരോടും പറയും, ഇനി ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുകയെന്ന് അറിയില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അല്ലാതെ തെറ്റ് ചെയ്യാത്ത ആദർശേട്ടൻ അവൻ പറയുന്നതും കേട്ട് ഭീഷണിപ്പെടുത്തുന്നതും കേട്ട് ഇനി എന്നും അവൻ്റെ അടിമയായിട്ട് ജീവിക്കണം എന്നാണോ, അത് നടക്കുകയില്ല എന്ന് നയനയും പറയും. അകത്തോട്ട് കയറി പോകുന്ന അബിയുടെ മനസ്സിൽ ഇങ്ങനെയാണ്. അബി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവർ രണ്ടുപേരും പുറകെ ഓടി വരും. കോംപ്രമൈസ് ചെയ്യുമായിരിക്കും എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് അബി അകത്തോട്ട് കയറി പോകുന്നത്. ഈ സമയം ദേവയാനയും ചന്തുമോളും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത് ജലജ ഇങ്ങനെ ഇരിപ്പുണ്ട്. ജലജയുടെ മൂത്താണെങ്കിൽ ആ ഇഷ്ടക്കേട് മൊത്തം കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ സമയത്ത് അങ്ങോട്ട് അബി ചെല്ലുന്നു. എന്നിട്ട് ദേവയാനോടായിട്ട് പറയുവാണ്, വലിയമ്മേ, ഈ കുട്ടിയുണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ, ഈ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് വലിയമ്മയുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം വലിയമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കും. അന്നേരം തന്നെ ദേവയാനം ഒന്നും മനസ്സിലാവാത്ത പോലെ, നീ എന്താ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ജലജ കയറി വരും. എടാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ, നീ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നേരത്തേനും നയന അങ്ങോട്ട് വരും. അന്നേരം അബി പറയുക, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ തുറന്നു പറയടാ, നീ പറയാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് നീ വന്നതെന്ന് നീ തുറന്നു പറ എന്നൊക്കെ ഇങ്ങനെ നേരത്തേനും പറയും. ഇവിടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെ എല്ലാവരും ഇട്ടങ്ങ് പൊട്ടിക്കും. പക്ഷേ ഇവിടെ വേറെ കുറേ പേരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂടി വെക്കാൻ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യവും ഇല്ലാത്ത ഈ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരയില്ല, അതിന് പിന്നിൽ വലിയൊരു രഹസ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, രഹസ്യമോ, നീ എന്തായി ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാമെന്ന് പറയും. അന്നേരം ഞാൻ പറയണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ നയനയോട്. അന്നേരം നിന്നോട് തുറന്ന് പറയാൻ പറഞ്ഞല്ലോ, നീ അങ്ങ് തുറന്ന് പറ, ഇനി ഞാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറയും. അന്നേരം ദേവയാനി, എന്താ മോളെ, എന്താണെങ്കിലും പറ, നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കും.
അന്നേരം നയന പറയുന്നുണ്ട് വലിയൊരു രഹസ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവൻ നടക്കുന്നത്. എന്നിട്ട് ആ രഹസ്യം വെച്ച് ബാക്കിയുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതാണ് ഇവൻ്റെ സ്വഭാവം. ഏതായാലും ആ രഹസ്യം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഇങ്ങനെ മനസ്സിലാക്കാതെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് നയനയുടെ. അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ഈ ചന്ദമോളുടെ അച്ഛൻ ആദർശേട്ടനാണ് എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം പറയുന്നത്. പക്ഷേ അതിന് തെളിവൊന്നുമില്ല. ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മുത്തശ്ശൻ ചുമ്മാതൊന്നുമല്ല ഈ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ആദർശൻ്റെ കുഞ്ഞായതുകൊണ്ട് തന്നെയാണ് എന്ന് പറയും. അന്നേരത്തേനും ദേവയാനി എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല, അവൻ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ഈ മോളെ വിവാഹം കഴിക്കില്ലായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അതുകൊണ്ടാണല്ലോ മുത്തശ്ശൻ ആദർശിൻ്റെ കൂടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ വെറുതെ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ വലിയമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട് ശരിക്കും അങ്ങനെയൊക്കെ നടന്നു കാണും, അതുകൊണ്ടല്ലേ അച്ഛൻ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോനാണല്ലോ ആദർശ്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജലജയും കയറി പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഇല്ല, ഞാനത് വിശ്വസിക്കുകയില്ല, നിങ്ങൾ ആരും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ സമ്മതിക്കണം, എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, ഞാൻ അവനോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോന്നു കഴിയുമ്പോഴേക്കും അബി ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്തത് ഒരു കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞ് നയനോട്. അന്നേരം നയന പറയും ഒരു കുടുംബവും തകർക്കില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സാധിക്കും എന്ന് പറയും. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് നീ ഈ രഹസ്യം ഇനി മനസ്സിൽ കൊണ്ടായിരുന്നല്ലോ ആദർശനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, നീ ഇനി എന്ത് ചെയ്യൂടെ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരുന്നുവെങ്കിൽ എനിക്ക് ഈ വീട്ടിലുള്ള പലരുടെയും രഹസ്യം അറിയാം, നിൻ്റെ അമ്മയുടെ പല കാര്യങ്ങളടക്കം എനിക്കറിയാം, ഞാൻ അതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ജലജ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും, എൻ്റെ മോളെ അതിന് ഇവൻ എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് പറയും. എന്നിട്ട് അന്നേരം നയന പറയുന്നുണ്ട് ഇനി ഈ ഒരു കാര്യം വെച്ച് നീ ആദർശിൻ്റെ പുറകെ നടക്കേണ്ട, ചില്ലിക്കാശ് നിനക്ക് ആദർശ് തരില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ നയന പറയുകയാണ്. എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ടെൻഷൻ അടിച്ച് താഴെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ആദർശിൻ്റെ അടുത്തോട്ട് ദേവയാനി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും എടാ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന്. അന്നേരം ആദർശ് ചോദിക്കും അമ്മ എന്താ കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദമോൾ അച്ഛൻ നീയാണോ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും അമ്മ അതിൻ്റെ അകത്ത് ചില കുഴപ്പങ്ങളുണ്ട്, അനക്ക് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് മുത്തശ്ശനോട് പറഞ്ഞത് മുത്തശ്ശൻ്റെ കൊച്ചുമകനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ആരാണെന്ന് പറഞ്ഞില്ല. പിന്നീട് അനഘയ്ക്ക് വലിയൊരു അസുഖമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് സീരിയസ് ആണ്, മരിച്ചു എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞാണ് ഞങ്ങൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഭിത്തിയിൽ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അത് എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയത്തില്ല, അവിടെ കൂടി നിന്ന് അവരുടെ ബന്ധുക്കൾ ഞാനാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞ് എന്നെ. അന്നേരം ഓഹോ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ ആ കുട്ടിയുടെ അച്ഛനായതോ തന്നെയല്ലേ എന്ന് അമ്മ ഇങ്ങനെ പറയുകയാണ്. നേരത്തേനും നീ പറയണം ആ കുട്ടിയുടെ അച്ഛൻ നീയാണോ അല്ലയോ എന്ന്, നീ തന്നെ നിൻ്റെ വായ കൊണ്ട് പറയണം എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രശ്നവും ഇല്ല, ആ കുട്ടിയുടെ അച്ഛൻ നീ തന്നെയാണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നിൻ്റെ ഫോട്ടോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആദർശിൻ്റെ കാരണം തീർത്തൊരെണ്ണം കൊടുക്കുകയാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് അമ്മ എന്നെ എത്ര തല്ലിയാലും ഞാൻ ഈ തെറ്റ് ഏറ്റെടുക്കുകയില്ല എന്ന് പറയുമ്പോൾ എന്ന് തൊട്ടാടാ നീ ഇത്ര വൃത്തികെട്ട ശീലങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആദർശിൻ്റെ കോളറിനൊക്കെ ഇങ്ങനെ കയറി പിടിക്കുക കേട്ടോ. നേരത്തേക്ക് നയന ഓടി വന്ന് അമ്മ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം ഇതെല്ലാം കേട്ടിട്ട് മോൾ ഇതെല്ലാം സഹിച്ചോ, അന്നേരം തന്നെ അവൻ്റെ കരണം തീർത്തൊരെണ്ണം കൊടുക്കണമായിരുന്നു എന്നിങ്ങനെ ചോദിക്കും. ഇങ്ങനെ അന്നേരത്തിന് ഇങ്ങനെ കണ്ണ് വീഴ്ച നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം നല്ല എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഓക്കെ, ബൈ.